ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുക്കളെ എപ്പോഴും ദ്രോഹിച്ചു എന്നാണ് അവരെ മുദ്ര കുത്തപ്പെടുന്നത്. അവർ ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. BJPയും കോൺഗ്രസും ഒക്കെ തന്നെ അതിനെതിരായിട്ട് രംഗത്ത് വരുന്നു. CPMന് അങ്ങനെ ആഗോള സംഗമം അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടോ? റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റൈറ്റ് കേടും ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആർക്ക് അയ്യപ്പൻ്റെ കാര്യം തീരുമാനിക്കാം, അയ്യപ്പനെ ആർക്ക് നമ്മുടെ ആളാണെന്ന് വെച്ചേക്കാം, അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ CPM ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സുനിജി ചോദിച്ചു തന്നെ CPMന് ഇനി റൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, CPM എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്നത് പോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഹിന്ദു മതവിശ്വാസത്തിന് എതിരല്ല, എല്ലാ മതവിശ്വാസത്തിനും എതിരാണെന്നാണല്ലോ അവർ പറയുന്നത്. പിന്നെ അവര് ഹിന്ദു മതവിശ്വാസത്തെ ഊന്നി പറയുന്നു, ബാക്കിയുള്ളതിനെ പറയാൻ മടിക്കുന്നു. അത് ഈ CPM എന്നുള്ളതല്ല, ബാക്കിയുള്ള എല്ലാ പാർട്ടികളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഈ നമ്മൾ മൊത്തത്തിൽ ചോദിക്കാനും പറയാനും ആളില്ലാത്തതും ഈ പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു പോയിന്റ് ചെയ്ത് എന്തോടോ അങ്ങനെ ചോദിച്ചു അത് തെറ്റായല്ലോ എന്ന് പറയുന്ന ഒരു രീതിയും ഹിന്ദു സംസ്കാരത്തിനകത്തും മതത്തിനകത്തും പുറകോട്ട് പരിശോധിക്കുമ്പം ഇല്ലാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കാനും അല്ലെ ഹിന്ദു ഐക്യവേദി ചോദിക്കാനും പിന്നെ BJP ചോദിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തൊരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം ആഗോള അയ്യപ്പ സംഘം അത് ദേവസ്വം ബോർഡിൻ്റെ കെയർ ഓഫിലാണ് നടത്തുന്നതെന്ന് പറയുന്നു. അന്ന് അയ്യപ്പൻ്റെ അമ്പലം വികസിപ്പിക്കുക, അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദേശീയ തലത്തിലും അങ്ങ് ലോകതലത്തിലും ഒക്കെ ഈ അമ്പലത്തിൻ്റെ പ്രസക്തി കൊണ്ടുവരിക, അത്തരത്തിൽ ഒരു വലിയ വലിപ്പത്തിൽ ഈ അമ്പലത്തെ ആക്കി തീർക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആളിനെ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ വിഷയം അയ്യപ്പൻ ഒരു ചർച്ചയാവുന്നതും അല്ലെങ്കിൽ അതൊരു വൈകാരിക പ്രശ്നമാവുന്നതൊക്കെ എപ്പോഴാണ് ഏതാണ്ട് യുവതീ പ്രവേശവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം അവിടുത്തെ ആചാരത്തിനപ്പുറം സുപ്രീം കോടതി ഭരണഘടനാപരമായിട്ട് തീരുമാനിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഇപ്പോൾ പുരുഷനും സ്ത്രീയും ഒന്നും വേർതിരിച്ച് തീരുമാനിക്കാൻ ഒക്കത്തില്ല. എല്ലാവരും കയറണമെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ തീരുമാനം അനുസരിച്ച് അന്ന് അങ്ങനത്തെ ഒരു തീരുമാനം, പിന്നെ അതിനകത്ത് ചില മാറ്റങ്ങളൊക്കെ വന്നു, അത് പോട്ടെ ആയിക്കോട്ടെ. അപ്പം അന്ന് സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതിനനുസരിച്ച് ഒരു പക്ഷേ CPM പറഞ്ഞു അവിടെ യുവതീ പ്രവേശനമാകാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം RSSൻ്റെയും യഥാർത്ഥത്തിൽ RSSൻ്റെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. RSSൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവിടെ ആണും പെണ്ണും എന്നുള്ള വേർതിരിവൊന്നുമില്ല. ആ അഭിപ്രായം തന്നെയായിരുന്നു ആദ്യം RSS പറഞ്ഞത്, ശ്രദ്ധിക്കുക. പക്ഷേ അഭിപ്രായത്തോട് കേരളത്തിലെ ഹിന്ദു സമൂഹം യോജിക്കുന്നില്ല, ഭൂരിപക്ഷം യോജിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവിടുത്തെ അതങ്ങ് വിഴുങ്ങും. നമ്മൾ ചില സാധനം വിഴുങ്ങത്തില്ല, എന്നിട്ട് ഭക്തരുടെ കൂടെ പോകുന്ന രീതിയാണ്. പക്ഷേ ഇതിനകത്ത് പൊളിറ്റിക്സ് തന്നെ, നമുക്ക് പൊളിറ്റിക്സ് തന്നെ പറയാം. പൊളിറ്റിക്സിനകത്ത് CPM വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവരുടെ ഭാഗം നിൽക്കുന്നത്, CPMൻ്റെ ഭാഗം നിൽക്കുന്ന ആരാ? പ്രധാനമായിട്ട് ഈഴവ ബെൽറ്റ്, 2 അടിസ്ഥാന വർഗം, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷം, അല്ലെങ്കിൽ ഈ പറയുന്ന മുന്തിയ നായന്മാരും വളരെ കുറച്ചേ ഉള്ളൂ. ദരിദ്ര നായന്മാരുടെ പാർട്ടിയായിട്ട് വരും, നമ്മൾ പറഞ്ഞുകൂടാ, പാർട്ടിയായിട്ടൊക്കെ വരും. അപ്പം അവർ നോക്കിയപ്പം അതിനകത്തൊരു ശകലം ചേരിത്തിരിവ് അല്ലെങ്കിൽ അങ്ങോട്ട് BJPയിലോട്ടൊരു പോക്കും, ഈ പറയുന്ന NSS ഒക്കെ പോയെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുന്തിയ ഈഴവരാരുടെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെ, പിന്നെ ഇതിനകത്തും ഈഴവർക്ക് ഇപ്പോൾ ഒരു ചെറിയ വ്യത്യാസമൊക്കെ വന്നു, VDJS ഒക്കെ വന്നപ്പോൾ ഒരു വ്യത്യാസമൊക്കെ വന്നു, ഒരു ആലോചനയൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ ചില സിഗ്നൽസും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് ഒരു മാറ്റം വരുത്തി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടി ഈ അയ്യപ്പൻ പണ്ട് ഈ പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെയും പാമ്പ് പിടിച്ചവൻ്റെ ആയിരുന്നു, അല്ല ആര്യ സമുദായത്തിൻ്റെ ആയിരുന്നു, മറ്റ് ചില സമുദായങ്ങളുടെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് അവരുടെ കയ്യിൽ നിന്ന് കയ്യേറി, അല്ലെങ്കിൽ ഇത് പ്രശസ്തി വന്നപ്പോൾ ഈ പറയുന്ന ഒരു തന്ത്രി കുടുംബം കയ്യിൽ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു സാധനം ഒരു ഭാഗത്തുനിന്ന് അവർ വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്നത് പോലെ ഇതിനെ വർക്കൗട്ടാക്കാൻ പുലിയ മഹാസഭയും ഈ SNDPയുടെ വെള്ളാപ്പള്ളിയൊക്കെ ആദ്യം പിടിച്ചു. വെള്ളാപ്പള്ളി ആദ്യം അതിനകത്ത് ആ അഭിപ്രായത്തോടു കൂടെ തന്നെ കൂടെ നിന്നു. അതിനുശേഷം വെള്ളാപ്പള്ളിക്ക് കൈകൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ വെള്ളാപ്പള്ളി പിന്നെ നിലപാടിനകത്ത് വ്യത്യാസം വരുത്തി. അപ്പം അങ്ങനെ വന്നപ്പോൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കി. പക്ഷേ അയ്യപ്പനൊരു പ്രത്യേകതയുണ്ട് സിനുജി. അയ്യപ്പനുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു സാധാരണക്കാരൻ. അപ്പോൾ ആ ഗോപാലൻ ജോലിക്ക് വരും, ഗോപാലൻ എന്നും ജോലിക്ക് വരും, ജോലി ചെയ്തിട്ട് പോകും. ഗോപാലൻ ഈ വൃക്ഷത്തിൽ അമ്പലത്തിൽ പോകാം, ശബരിമലയെ മാല ഇട്ട് കഴിഞ്ഞാൽ ഗോപാലൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മാല ഇട്ട് കഴിഞ്ഞാൽ സ്വാമീനെ വിളിക്കുന്നത്. അതെ, മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് വലിയ ഒരു ആരാധനയുള്ള, ഏത് മനുഷ്യനും മാലയിട്ടാൽ
അവൻ സ്വാമിയാകുന്ന ഒരവസ്ഥ. പിന്നെ അവനെ വലിയ ബഹുമാനത്തെയാണ് കാണുന്നത്. തലേന്ന് വരെ എടാ ഗോപാല എന്ന് വിളിക്കുന്നതിന് പിന്നെ വിളിക്കത്തില്ല. പക്ഷെ അങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും ഈ പറയുന്ന ശബരി യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ റാലികൾ നടന്നു. നാമജപ ഘോഷയാത്ര എന്ന് പറയുന്നത് പന്തളത്താണ് അതിൻ്റെ തുടക്കം. അങ്ങനെ വലിയ ഘോഷയാത്ര നടന്നപ്പോൾ പന്തളം കൊട്ടാരം പോലും അതിനകത്ത് ചില ആളുകളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയി. അങ്ങനെയുള്ളവർക്കെതിരെ 20,000 കേസുണ്ട്. 4,560 പരം കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന 20,000-ഓളം പ്രതികളാണ്. ഇവർക്കൊക്കെ ആ കേസിൽ നിന്ന് വിമുക്തി നൽകണം എന്ന് CPM എന്താ തീരുമാനിക്കാത്തത്? അപ്പോൾ CPM ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കോട്ടെ, അതിന് അവർക്ക് അവകാശമുണ്ട്. പക്ഷേ നേരത്തെ എടുത്ത കേസ് തെറ്റായി പോയി എന്ന് തുറന്ന് സമ്മതിക്കണ്ടേ പൊതുസമൂഹത്തിന് മുമ്പിൽ? എന്തുകൊണ്ടാണ് CPM അതിന് മടിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ തോറ്റുപോയി എന്നുള്ള പേടിയുണ്ടോ? അല്ലല്ല, ഞാൻ എന്നെ പറയാം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പറയാം. അപ്പൊ ഇത് അയ്യപ്പൻ അങ്ങനെ ആവുമല്ലോ, ഈ പറഞ്ഞതുപോലെ ആരും മാലയിട്ട് കഴിഞ്ഞാൽ ആ ഒരവസ്ഥയില്ല. ഇത് മനസ്സിലാക്കാൻ CPM പറ്റിയില്ല. അപ്പൊ അവർ ഈ ഒരു സാധനം വർക്കൗട്ട് ചെയ്തിട്ട് അവിടെ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ സുപ്രീം കോടതിക്ക് അനുവദിച്ചു. മനഃപൂർവ്വം കൊണ്ട് സ്ത്രീകൾക്കില്ല. ഇത് താഴെ തട്ടോട്ട് ഞാൻ പറഞ്ഞില്ലേ, അടിസ്ഥാന വർഗം ഹരിജനങ്ങൾ ഉൾപ്പെടെ മേപ്പോട്ട് ഈ പറഞ്ഞ ബ്രാഹ്മണ സമുദായത്തിൽ വരെയുള്ള ഹിന്ദുക്കൾക്ക് ഹർട്ടായി. ഇത് അടുത്ത ഇലക്ഷൻ അവർ ബാധിച്ചു. ഇതിനുശേഷം അവർക്കത് ബാധിച്ചെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലായി. അതിനകത്ത് ആ നിലപാടുമായിട്ട് നിന്നാൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന് മനസ്സിലായി. ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വോട്ടത് ഹിന്ദു പാർട്ടി BJP അല്ല CPM ആണെന്നുള്ള കാര്യം അവർക്കറിയാം. അതിൻ്റെ കൂടെ ഈ പറയുന്ന മുസ്ലിമിൻ്റെ കുറച്ചുകൂടെ കിട്ടിയ ഒരിക്കലും തോക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വർക്കൗട്ടാണ് നടത്തുന്നത്. അതിനകത്ത് യാതൊരു കഴമ്പില്ലെന്ന് മനസ്സിലാക്കി അവരിതിന് ശേഷം മാപ്പ് പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിന് വീണ്ടും പരിശോധിച്ചപ്പോൾ ഈ മുസ്ലിമിന് വേണ്ടി പറഞ്ഞിട്ടും ഗാസയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടും പാലസ്തീന് വേണ്ടി പറഞ്ഞിട്ടും ഒന്നും ഒരു പ്രയോജനം അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല, ഇനി ഉണ്ടാകത്തില്ലെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവരിപ്പം ഇത് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തുന്നത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തിരുത്തുന്നു, ഞങ്ങൾ ഭക്തരുടെ കൂടെ. CPM സെക്രട്ടറി പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങൾ ഭക്തരുടെ കൂടെ, വിശ്വാസികളുടെ കൂടെ. മനസ്സിലായി. പിന്നെ രണ്ടാമത് സിനുജി ചോദിച്ചാൽ ഇത് പ്രായോഗിക വശമുണ്ട്. പിൻവലിക്കാൻ പറ്റുന്ന കേസും പിൻവലിക്കാൻ പറ്റാത്ത കേസും ഉണ്ട്. ഇപ്പൊ അയ്യപ്പ സംഘത്തിന് കേസ് എടുത്തിട്ടുണ്ട്, പിൻവലിക്കാൻ പറ്റുന്ന കേസൊക്കെ അവർ പിൻവലിച്ചു. രണ്ടാമത് കേസ് എടുത്തിട്ട് പിൻവലിക്കണമെന്ന് വെച്ചാൽ കോടതിയുടെ റൈറ്റ് അനുസരിച്ച് ചില കേസുകൾ പിൻവലിക്കാറുണ്ട്. മോഷണ കേസ് ഇപ്പൊ സിനുവിന്റെ മാല ഞാൻ മോട്ടിച്ചു, മനസ്സിലായില്ലേ? കോടതി കേസ് കോംപ്രമൈസ് ചെയ്യുമല്ലോ. മാല മോട്ടിച്ച കേസ് കോടതി ചെന്ന് സിനു ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കഷ്ടമാണ് അവിടെ ചെന്നാൽ കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കൊലപാതക കേസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ചില കേസുകൾ അതേ രീതിയിൽ ചില വകുപ്പുകളിട്ട കേസുകൾ ഇതിനകത്തുണ്ട്, മനസ്സിലായിരുന്നില്ല. ആ കേസുകൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ബാക്കിയുള്ള പ്രതിപക്ഷ നേതാവും ബാക്കിയുള്ള പാർട്ടികൾ ഇത് വെളിയിൽ പറയാതായി പറയുന്നു, അല്ലെങ്കിൽ എന്നേ കോംപ്രമൈസ് ചെയ്യത്തില്ലേ? കാരണം സിനു ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിനകത്ത് സുതാര്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പോൾ അയ്യപ്പൻ്റെ കാര്യം പറയുമ്പോൾ അയ്യപ്പൻ്റെ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കേസുകൾ പിൻവലിക്കണമെന്നില്ലേ പറഞ്ഞു. അത് പന്തളം കൊട്ടാരത്തിൽ അല്ലെങ്കിൽ പലരും ഇപ്പോൾ ഈ ആരോപണമാണല്ലോ വിശ്വന്തി പരിഷത്തിന്റെ ആൾക്കാർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഈ ആരോപണം അന്നേരം അവർ മാറ്റാൻ വേണ്ടി അന്നേരം തീരുമാനിക്കത്തില്ലേ? അപ്പം ഇതിനകത്ത് ആ ഒരു കുരുക്കുണ്ട്. ആ കേസുകൾ ഇപ്പൊ നിലനിൽക്കുന്നതെന്നാണ് എൻ്റെ എന്നത്. പിന്നെ ഞാൻ ഈ ചോദിക്കുന്നത്, ഇവർ ഈ പറഞ്ഞെന്തോ അയ്യപ്പനെതിരാണ് CPM, അല്ലെങ്കിൽ അയ്യപ്പനെതിരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ അയ്യപ്പന് അനുകൂലമല്ലേ, അയ്യപ്പ മഹാസംഘവും നടത്തുമല്ലേ? അപ്പം ഇതിനകത്തെല്ലാം ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ പൊളിറ്റിക്സ് ആരുടെ പൊളിറ്റിക്സ് ആയിരുന്നു? കോൺഗ്രസിനകത്തുനിന്ന് അങ്ങ് മാറി നിൽക്കുക. അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കോൺഗ്രസ് ന്യൂനപക്ഷം, കേരളത്തിൽ ന്യൂനപക്ഷത്തിന്റെ മാത്രം പാർട്ടിയാണ്. പണ്ടും അതന്നെ ഇപ്പോഴും തന്നെ അറിയാമല്ലോ. അവർ വോട്ട് കൊടുത്താലേ കോൺഗ്രസ് ജയിക്കത്തുള്ളൂ. 45% വരുന്ന വോട്ട് അവരുടെ വോട്ട് ഏതാണ്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ട് ജയിക്കത്തുള്ളൂ. അതിനകത്ത് ഇപ്പം അവർക്കൊരു ഭയമുണ്ട്. ഈ ധ്രുവീകരണ രാഷ്ട്രീയം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരുന്നൊരവസ്ഥയുള്ളപ്പോൾ അവരിപ്പം അവരുടെ ലൈൻ അതിനകത്തുനിന്ന് മാറ്റാനേ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ശരിയാന്ന് പറയാൻ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് ബാക്കി ഈ വർഗീയ പാർട്ടികൾ മുസ്ലിങ്ങളുടെ അതിൻ്റെ കൂടെ നിൽക്കാൻ SDP കാരൻ ശരികേട് കാണിച്ചാൽ അത് ശരികേടാന്ന് പറയുന്നതിന് ഭയമാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറിയിരിക്കുക. അപ്പം ഇതിൻ്റെ കൂടെ അയ്യപ്പനെ കയറി പിടിച്ചിട്ട് അവർക്കെന്തെങ്കിലും അവർക്കൊരു അതിർത്തിയില്ല. ലീഗാരൻ പറഞ്ഞ് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തിക്കോ. അപ്പം ആ ഒരു ഭയത്തിൽ അവർ നിൽക്കുന്നില്ല. അപ്പം അവരുടെ ഭാഗം അവിടെ കഴിഞ്ഞു. പിന്നെ BJP അപ്പോൾ അതിനകത്തുനിന്ന് മുതലെടുപ്പിന് വേണ്ടി നിൽക്കുന്ന പാർട്ടി നമ്മൾ മനസ്സിലാക്കണം. BJP നോക്കിയപ്പോൾ ആകെ ഒരു സാധനമുണ്ട്, ഇത് വെച്ച് അടുത്ത ഇലക്ഷനോട് അടിക്കാൻ നോക്കുന്നതാ, അത് കയ്യിൽ നിന്ന് പോവാ. അല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ ഈ സർക്കാർ പറയുന്നത് നിങ്ങൾ 3 കോടി രൂപയൊക്കെ ഞങ്ങൾക്ക് സംഭാവനയായിട്ട് തന്നാൽ നിങ്ങൾക്ക് പിന്നെ ഈ ജീവിതകാലം മുഴുവൻ ശബരിമലയിൽ വന്ന് താമസിക്കാം, ഭക്തി തൊഴാം, അതിനുള്ള അവസരമുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് 2 ദിവസമോ 3 ദിവസമോ സൗജന്യമായിട്ട് താമസിക്കാം. അപ്പോൾ പണം പിരിച്ചിട്ട് ഈ ശബരിമലയിലേക്ക് അയ്യപ്പന്മാരെ എത്തിക്കുന്ന, അങ്ങനെയാണെങ്കിൽ പൈസ ഉള്ളവർ മാത്രമല്ല ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക. എങ്ങനെയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളെ തിരഞ്ഞെടുക്കുക?
അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് ശബരിമലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തുന്നു വെച്ചാൽ നിർബന്ധമൊന്നുമല്ല. അങ്ങനെ തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് ശബരിമല വികസനത്തിനായിട്ട് ഉപയോഗപ്പെടുത്താം. അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കും. അതിപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇതിപ്പോ എല്ലായിടത്തും ഉള്ളതാ. ഇപ്പൊ അത് പരസ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പണമുള്ളവരെ നമുക്ക് ഗുരുവായൂർ എന്നാൽ സ്വാധീനമുള്ളവനെ അവിടെ കയറ്റി തൊഴിക്കത്തില്ലേ? അതിനെ എല്ലാം ഇതിനകത്ത് പൈസ എക്സ്ട്രാ കൊടുത്താൽ മുമ്പിൽ വേറെ മാത്രമല്ല, നേരത്തെ അവിടെ സ്വർണം പൂശിയവനോട് വേറെ പരിഗണന കൊടുത്തു. ഇതെല്ലാം ഉള്ളതാ. അപ്പൊ അത് ഇപ്പൊ പണം കൂടുതൽ വരുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ടല്ലോ അവിടുത്തെ വികസനത്തിന് വേണ്ടി കൂടിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞത് ഇതിനകത്ത് അയ്യപ്പനല്ല പ്രശ്നം, വോട്ടാ പ്രശ്നം. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ ആചാര ലംഘനത്തിന് എതിരെ അല്ലെങ്കിൽ CPM ആണ് ആചാര അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രം നശിപ്പിക്കാനും ആചാരം നശിപ്പിക്കാനും ഹിന്ദുവിനെ നശിപ്പിക്കാനും എന്നൊക്കെ പറഞ്ഞ് അന്ന് BJP നിന്നപ്പോൾ CPM ഇപ്പം അതങ്ങ് ഏറ്റെടുത്തു. ശരി, ഞങ്ങൾ ഇതെല്ലാം അങ്ങ് സപ്പോർട്ട് ചെയ്യാണ്, അയ്യപ്പനെ ഉയർത്തിപ്പിടിക്കാൻ പോവുകയാണ്, ഹിന്ദുവിൻ്റെ കൂടാണ്, ആചാരം അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂടാണെന്ന് പറഞ്ഞപ്പോൾ മറ്റവർക്ക് മുദ്രാവാക്യം ഇല്ലാതായില്ലേ? അല്ലെങ്കിൽ അവർക്ക് കേരളത്തിൽ കളിക്കാനുള്ള ഒരു സ്റ്റാൻഡൊക്കെ പോയില്ലേ? അപ്പം അതിനകത്തൊരു ബുദ്ധിമുട്ട്. അവർ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകത്ത് ഇതിനകത്ത് കുഴപ്പങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ ഒരു പൊളിറ്റിക്സിലേക്ക് പോവുക. പണ്ട് ഈ BJPക്ക് പണ്ട് പറ്റിയൊരു അബദ്ധം അറിയാമോ? നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് കുറേ നേരം BJPക്ക് മുദ്രാവാക്യം ഇല്ലാതായി പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും 10 കല്ലും എടുത്തുകൊണ്ട് കർഷകയ്ക്ക് പോകുമായിരുന്നു. അന്ന് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ BJPയുടെ ഉദ്ദേശം ഇതെന്നും ഈ പള്ളി പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കണം. പൊളിക്കാൻ പറ്റത്തില്ല. ഈ നമ്മള് അത് കോൺഗ്രസ് ഇത് പൊളിച്ചെന്ന് ഇപ്പോഴും പറയുമ്പം നരസിംഹറാവു എന്ന് പറഞ്ഞവൻ മൊത്തം ബുദ്ധിരാക്ഷസനാണ്, വലിയൊരു ബുദ്ധിരാക്ഷനാണ്. അയാൾ വിചാരിച്ചത് എന്നും പൊളിക്കുമെന്ന് പറഞ്ഞു, പൊളിച്ചേക്കാം, പിന്നെ പ്രശ്നം തീർന്നില്ലേ? പിന്നെ മുദ്രാവാക്യമില്ലാതായി BJP കയറാൻ. പിന്നെ എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ അവരുടെ ദുർഭരണം കൊണ്ട് മാത്രമാണ് BJPക്ക് ഇന്ന് കയറാൻ പറ്റിയത്. ആ 10 കൊല്ലത്തെ മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധിയും അല്ലെങ്കിൽ നെഹ്റു കുടുംബവും കാണിച്ച ദൂർത്തും അല്ലെങ്കിൽ അഴിമതി അറിയാമല്ലോ, ലോകം ചർച്ച ചെയ്ത അഴിമതികളല്ലായിരുന്നോ? മൻമോഹൻ സിംഗ് ആണെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ കയറി വന്നതാ. അതിനുശേഷം BJPക്ക് മനസ്സിലായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ഈ പറയുന്ന രാമനും സീതയും മറ്റതും മറിച്ചതും ഒക്കെ അതിനുവേണ്ടി സമയം വർക്കൗട്ട് ആകത്തില്ല. ബുദ്ധിപരമായിട്ടുള്ള നീക്കം. നിങ്ങളിപ്പോ നോക്കി വികസന രാഷ്ട്രീയമല്ലേ BJP എടുത്തിരിക്കുന്നത്? അതിൻ്റെ ഇടയ്ക്കൂടെ ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടെന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട രാഷ്ട്രീയം ധ്രുവീകരണ രാഷ്ട്രീയമല്ല BJPയുടെ, വികസന രാഷ്ട്രീയം. എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റുന്ന നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പിടിച്ചു നിൽക്കുന്നതും ഈ BJP കുതിക്കുന്നുണ്ടെങ്കിൽ കുതിക്കുന്നതും. അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ ആകപ്പാടെ ഉള്ള ഒരു മുദ്രാവാക്യം ഈ പറയുന്നത് പോലെ BJPക്കകത്ത് എത്ര പറയുമ്പോഴും, നമ്മൾ പറയുന്ന ആൾക്കാർക്ക് സൂചിക്കത്തില്ല, ഞാൻ പറയും എത്ര പറയുമ്പോഴും കേരളത്തിലെ BJP, മൊത്തത്തിൽ ഞാൻ BJP എന്ന് പറഞ്ഞു, കേരളത്തിലെ BJPക്ക് അകത്തുള്ള പ്രശ്നത്തിനകത്ത് ഈ പ്രശ്നത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഒരു വർഗീയ രാഷ്ട്രീയം, ഒരു ധ്രുവീകരണ രാഷ്ട്രീയം, അതിന് പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞ ശബരിമല. അതവരുടെ കയ്യിൽ നിന്ന് പോയി. വളരെ കൃത്യമായിട്ട് CPM അടുത്ത ഇലക്ഷനകത്ത് ഞങ്ങൾക്ക് ആകപ്പാടെ രക്ഷയുള്ളത് അടിസ്ഥാന വർഗത്തിൻ്റെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ഹിന്ദു വോട്ട. അതിനകത്ത് എന്തെങ്കിലും പാളിച്ച വന്നാൽ അതിനകത്ത് നേട്ടം ഉണ്ടാകാൻ പോകുന്നവർക്ക് BJPക്ക്. ആ നേട്ടം BJPക്ക് ഉണ്ടാകുന്നതിനെക്കാട്ടിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പാർട്ടി ഇല്ലാതെ അടുത്ത പ്രാവശ്യം മറ്റേ കോൺഗ്രസ് അധികാരത്തിൽ വരും, കോൺഗ്രസിന് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്സ് ആണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഈ പൊളിറ്റിക്സ് ആണെന്ന് പറയുമ്പോൾ ഇത് CPMന്റെ മാത്രം പൊളിറ്റിക്സ് അല്ല. അയ്യപ്പനെ വെച്ചാണ് ഇവരെല്ലാം പൊളിറ്റിക്സ് കളിച്ചത്. BJPയും കളിക്കുന്നത് അതുകൊണ്ടാണ്, ഈ പറഞ്ഞ കോൺഗ്രസും കളിക്കുന്നത് അതുകൊണ്ട്. അല്ലെ, അയ്യപ്പ സ്നേഹത്തിനപ്പുറം എല്ലാ പാർട്ടിക്കകത്തും ഇതൊരു പൊളിറ്റിക്സ് തന്നെയാണ്. അപ്പൊ ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കേന്ദ്രത്തിൽ BJP തന്നെയാണ്. കാരണം അയ്യപ്പനെ തൊട്ടാലും ഇവിടുത്തെ ഹിന്ദുവിനെ തൊട്ടാലും അല്ലെങ്കിൽ മറ്റവരെയൊക്കെ തൊട്ടാലും പണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഒരു കെയറിങ് ഇപ്പം CPMനെ പോലുള്ള പാർട്ടി ആദ്യം എടുക്കുന്നു. മുസ്ലിം ലീഗ്, കോൺഗ്രസ് പറയാൻ പഠിക്കുമ്പോൾ മുസ്ലിം ലീഗ് പറയുന്നുണ്ട് എന്താ കുഴപ്പം, അയ്യപ്പ സംഗമം നടക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു വില വന്നിട്ടുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തെ BJP ഭയപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും BJPയുടെ രാഷ്ട്രീയത്തിനകത്ത് എടുത്തു വെക്കുന്ന ആദ്യത്തെ മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം നഷ്ടപ്പെടുന്നു എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.